ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാഷിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയാലോ. ഒരു മധുരം കഴിക്കാനുള്ളൊരു കൊതി, അതുകൊണ്ടൊരു കാരമൽ പുഡിംഗ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ. കാരമൽ പുഡിങ്ങിന് വേണ്ടി ഞാനിവിടെ ബ്രെഡ് സ്ലൈസ് 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ട, പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാനില എസൻസ്, പഞ്ചസാര. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം മുട്ട ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു 5-8 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3 സ്ലൈസ് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1-2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. തിളപ്പിച്ച പാലാണ് ഞാൻ എടുത്തത്. 2 ഗ്ലാസ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ച് നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കാം. നമ്മുടെ കാരമൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ ഇപ്പം ഈ പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് നമ്മുടെ ഈ കാരമൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇഡ്ലിച്ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാൽ അടിച്ച് വെച്ചിരുന്നത് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്ത് ഇത് 1/4 മണിക്കൂറോളം വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പുഡിംഗ് എടുത്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സൈഡ് ഒന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് കമത്തി നമുക്ക് പതുക്കെ നമുക്ക് ഇങ്ങനെ കമത്തിയെടുക്കാം. പെട്ടെന്ന് അറിയാൻ പാടില്ല, അതൊരു പെട്ടെന്ന് കമത്തുമ്പോൾ ഇത് പൊടിഞ്ഞ് അങ്ങോട്ട് പോകില്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതിയാകും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊടിയാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കാരമൽ പുഡിംഗ് ഒന്ന് തുറന്ന് നോക്കാം. നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കാരമൽ പുഡിംഗ് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ മറക്കല്ലേ, നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.